ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാനിവിടെ 2 നമ്പർ വെച്ചിട്ടുണ്ട്, 2 ഏഞ്ചൽ നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾ ഇതിൽ നിന്നും ഒരു നമ്പർ അല്ലെങ്കിൽ ഒരക്കം സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആരുടെ മുഖമാണോ അല്ലെങ്കിൽ ആരുടെ ഫേസ് ആണോ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത്, ആ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണ്, ആ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥ എന്താണ്, ആ വ്യക്തി ഇപ്പോൾ തരണം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾക്ക് പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഒന്നാമത്തെ പൈലാണ് ഫസ്റ്റ് പൈൽ. ഒന്നാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ ഈ ഒരു സമയം നോക്കാൻ പോകുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ എന്താണ്, ബന്ധം എന്താണ്, എന്താണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥകൾ എന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം കുറച്ചധികം കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്താഗതികൾ, സിറ്റുവേഷൻസ് എന്നൊക്കെ. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായും ഈ ഒരു സമയം അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫ്രണ്ട്സിൻ്റെയോടൊപ്പം, ഫാമിലിയോടൊപ്പം, അല്ലെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഫംഗ്ഷൻ, അല്ലെങ്കിൽ എന്തോ ഒരു മേ ബി ഫാമിലി ഫംഗ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു കൂട്ടുകാരന്മാരുമായിട്ടൊക്കെ ഒരു എൻജോയ്മെന്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ കാണാൻ പറ്റുന്നത്. കാരണം മേ ബി ഈ വ്യക്തിയുടെ എന്തെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള പാർട്ടീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള പാർട്ടിയായിട്ട് വെളിയിൽ പോകുന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വീക്കെൻഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അടിച്ചു പൊളിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ, നിങ്ങൾ മുന്നേ കണ്ടൊരു വ്യക്തി ഈ വ്യക്തി ഇപ്പോൾ ആവാൻ ചാൻസ് ഇല്ല. കാരണം ടോട്ടൽ ആയിട്ടുള്ളൊരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മുന്നേ കണ്ട വ്യക്തി എങ്ങനെയാണോ അതിൽ നിന്നുമൊക്കെ ലുക്ക് പരമായിട്ടായാലും, അതേപോലെ തന്നെ എന്താ പറയാ, ക്യാരക്ടർ പരമായിട്ടായാലും സ്വഭാവമായാലും എന്തായാലും ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്ന, എന്തായാലും ചേഞ്ച്, അതായത് പുഴുവിൽ നിന്നും ഒരു ചിത്രശലഭമായി മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ടോട്ടൽ ആയിട്ട് ട്രാൻസ്ഫർമേഷൻ ഈ വ്യക്തിക്ക് സംഭവിച്ച് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടും ഇൻഡ്യൂട്ടീവ്ലി, അതേപോലെ തന്നെ ലുക്ക് ബേസ് വെച്ച് ഈ വ്യക്തി കൂടുതലും ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ലുക്കിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ പരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഡ്രസ്സിങ്സിൽ ഭയങ്കരമായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലിൽ ഭയങ്കരമായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിയുടെ ബ്യൂട്ടി ഭയങ്കരമായിട്ടും ഈ വ്യക്തി ആസ്വദിക്കുന്നുണ്ട്, ഈ വ്യക്തിയുടെ ബ്യൂട്ടി ഭയങ്കരമായിട്ടും ഈ വ്യക്തി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള സിറ്റുവേഷനിലായിട്ടും ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ വ്യക്തി നിൽക്കുന്ന ഒരു പൊസിഷൻ അങ്ങനെയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ ഫെയിമോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഭയങ്കരമായിട്ട് ഈ വ്യക്തിയുടെ എന്താ പറയാ, ട്രാൻസ്ഫർമേഷൻ ആകാൻ വേണ്ടി നോക്കുന്നുണ്ട്. മേ ബി ഡയറ്റ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ യോഗ പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻസ്, ഫുഡ് ഡയറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി ടോട്ടലായിട്ട് ചേഞ്ച് ആവാനുള്ള ചാൻസ് ഈ ഒരു സമയത്ത് കൂടുതലായാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, ബിസിനസ് മീറ്റ്, ജോലിപരമായിട്ടുള്ള ട്രാൻസ്ഫർ, അങ്ങനെയൊക്കെ കുറേ അധികം ഉയർന്ന കുറച്ചധികം പോസ്റ്റിലോട്ട് ഈ വ്യക്തി കയറാനുള്ള ചാൻസ് ഈ ഒരു സമയത്ത് കൂടുതലാണ്. അല്ലെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ, വേറെ സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ആവുക, അങ്ങനെയൊക്കെയുള്ള സമയമായിട്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്.
ഈ ഒരു സമയം ഭയങ്കരമായിട്ടും ഈ വ്യക്തിയുടെ ഡെസ്റ്റിനി എന്താണെന്ന് അറിയാൻ പറ്റാണ്ട് ആ വ്യക്തി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള, അല്ലെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ മൂഡ് സ്വിങ്സ് ആണ്. അതായത് എങ്ങനെ പെരുമാറണം, എവിടം തൊട്ട് തുടങ്ങണം, എന്താണ് ചെയ്യേണ്ടത്, എന്ത് ഡിസിഷൻ ഇതിൻ്റെ അകത്ത് എടുക്കണം എന്നറിഞ്ഞൂടാത്ത ഒരു തരം ഡെസ്റ്റിനി ഇല്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ. ഈ വ്യക്തി എൻ്റെ ആരാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി എൻ്റെ എന്താണ് എന്നറിഞ്ഞൂടാത്ത ഒരു തരം സിറ്റുവേഷനിൽ നിങ്ങൾ കടന്നു പോകുന്ന ഒരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് ചില സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും ഇതേ മെന്റാലിറ്റി തന്നെയാണ് ചില സമയത്ത്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തിയെ കൊണ്ട് നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്നുണ്ട്. ഭയങ്കരമായിട്ടും ഈ വ്യക്തിയെ കാരണം നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്നുണ്ട്. സ്ട്രെസ്ഡ് ആവാൻ കാരണം വേറെ ഒന്നുമില്ല. ഈ വ്യക്തി ജോലി കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തൊന്നും സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നോ കോൺടാക്ട് സിറ്റുവേഷൻ. ഞാൻ നോക്കട്ടെ. അപ്പം ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും ആരോഗ്യപരമായിട്ടുള്ള കുറേ അധികം മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് സിറ്റുവേഷൻ ആണ്. ബാലൻസ്ഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡൗണും അല്ല, പക്ഷേ എന്നുണ്ടെങ്കിൽ വലിയ വിജയത്തിലോട്ട് പോകുന്നുമില്ല. അത് ബിസിനസ്സിലായാലും കരിയറിലായാലും ജോബിലായാലും അല്ലെന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിലായിരിക്കും. പണപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അയാളുടെ കൂടപ്പിറപ്പായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ അതെല്ലാം ആ വ്യക്തി തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒന്നും ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, ചിലവാക്കി കളയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഒരു കൂട്ടി വെക്കലോ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് അന്നത്തേക്കുള്ള എമൗണ്ട് മേടിക്കുക അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലായിട്ടാണ് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഒരു ബാലൻസ്ഡ് സിറ്റുവേഷൻ ആണ് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത്. ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും, നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആ വ്യക്തിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ എന്താണെന്ന് ആ വ്യക്തിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ടും എളുപ്പമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയെ കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ തമ്മിലുള്ള സ്പിരിച്വൽ യൂണിയൻ, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ യൂസ് ചെയ്യണം, നിങ്ങളെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കണം, നിങ്ങളെ എങ്ങനെ പാട്ടിലാക്കണം എന്ന് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ അതിനൊന്നും വലിയ വാല്യൂ തരുന്ന ഒരാളായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആ വ്യക്തി എന്താണ്, ആ വ്യക്തിയുടെ ഈഗോ സെൻസ് എന്താണോ പറയുന്നത്, ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണോ പറയുന്നത്, അതിന് മാത്രം ആ വ്യക്തിയുടെ ഫാമിലി, ആ വ്യക്തിയുടെ റിലേറ്റീവ്സ്, ആ വ്യക്തിയുടെ ഫ്രണ്ട്ഷിപ്പ്, അതിന് വേണ്ടിയിട്ടാണ് കൂടുതലും വാല്യൂ കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഈ സമയം ഭയങ്കരമായിട്ടും ഒറ്റപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. മേബി നിങ്ങളുടെ ജോലി പോയി കാണാം, ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കുറെ കോംപ്രമൈസ് ചെയ്ത് കാണാം. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ കരിയർ ഒക്കെ നിങ്ങൾ കളഞ്ഞിട്ടുള്ളത് മേബി ഈ വ്യക്തിയെ കാരണമായിരിക്കാം. പക്ഷേ ഇന്ന് ഈ വ്യക്തിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാവുന്നില്ല എന്നുള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റും. കാരണം ഈ വ്യക്തിക്ക് വേണ്ടിയുള്ള സമയത്ത് നിങ്ങൾ നിന്ന് കൊടുത്തെങ്കിൽ പോലും നിങ്ങൾക്കൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഈ വ്യക്തി ഒന്നുമില്ല. കാരണം നിങ്ങളുടെ എല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഈ കാണാൻ പറ്റുന്നത്. ഈ ഒരു വ്യക്തിക്ക് വേണ്ടി കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി, നിങ്ങൾക്ക് ഒന്നുമില്ലാത്തൊരു ചതിക്കുഴിയിൽ വീണു പോയി എന്നുള്ളൊരു സിറ്റുവേഷനിൽ കാണുന്ന ഒരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ടൈം പോയി, അതേപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു, നിങ്ങൾ ഭയങ്കരമായിട്ടും ഈ വ്യക്തി ഓർത്ത് നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയാണ് എൻജോയ്മെന്റ്, സെലിബ്രേഷൻ, ഫ്രണ്ട്സ്, ഫാമിലി. ഈ ഒരു കേസിൽ കുറെ അധികം തേർഡ് പാർട്ടി ഇഷ്യൂസ് ഏർപ്പെട്ടിട്ടുണ്ട്. ഇതൊരു ഗെയിം, ഇതിനകത്ത് കളിയായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കളിച്ച ആൾക്കാരൊന്നും ഇന്ന് ഈ സമയത്ത് നിങ്ങളെ രക്ഷിക്കാനോ ഈ സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതായിട്ടും കാണാൻ പറ്റുന്നില്ല. തേർഡ് പാർട്ടി ഇഷ്യൂസ് എന്ന് പറയുന്നത് കാലം അല്ലെങ്കിൽ ടൈം കഴിഞ്ഞ സമയത്ത് ഇപ്പം അവർ നിങ്ങളുടെ കേസിൽ ഇടപെടുന്നുമില്ല. കാരണം നിങ്ങൾ തമ്മിലാണ് ഇപ്പം അടി കൂടിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ തമ്മിലുള്ള അടിക്ക് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നത്തെ സമയത്ത്, അല്ലെങ്കിൽ ഇന്ന് ഈ സമയത്ത് നിങ്ങളുടെ കൂടെ ആരും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത്. വിഷം കുത്തിവെക്കാനും അല്ലെങ്കിൽ കുതികാല് വെട്ടാനും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായ ആൾക്കാരൊന്നും അതൊക്കെ തിരിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തമ്മിലുള്ള അടികൾ കണ്ട് ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാകുന്നു, എന്നിട്ട് ഡിവൈൻ്റെ അടുത്താണ് നിങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞത്. കാരണം ഈ വ്യക്തി എന്താണ് നന്നാവാത്ത, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഇങ്ങനത്തെ ഒരു ഗതി കൊണ്ട് തന്നെ, എനിക്ക് എന്താണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട് തന്നെ, എൻ്റെ കയ്യിൽ നിന്നും എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ഒരു ലോസ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്, കയ്യിൽ നിന്നും എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു ജഡ്ജിമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഫാമിലി പോയി, റിലേറ്റീവ്സ് പോയി, കയ്യിലാണെങ്കിൽ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നിൽക്കുന്ന കുറേ അധികം ആൾക്കാരായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നു. കുറേ അധികം ആൾക്കാരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും എന്തൊക്കെയോ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടൊരു സിറ്റുവേഷനിലായിട്ടാണ് കുറേ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നത്.
അതായത് ആ വ്യക്തിക്ക് മുന്നോട്ട് എങ്ങോട്ട് പോകണം, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കൂടെ നിന്ന് കളിച്ച ഫ്രണ്ട്സും കൂടെ നിന്ന് കളിച്ച ഫാമിലി റിലേറ്റീവ്സ് ആരാണ് നിങ്ങൾ ഇതിൽ നിന്നും ഇടപെട്ടത്, അവരൊന്നും ഇപ്പോൾ കൂടെ ഇല്ല. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ബിസിനസ് പരമായിട്ടുള്ള സംഭവങ്ങൾ കുറെ പൊട്ടിക്കാണാം, അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി പരമായിട്ടുള്ള കുറെ സംഭവങ്ങൾ നഷ്ടപ്പെട്ട് കാണാം, നിങ്ങൾ നഷ്ടപ്പെട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വല്ലാത്തൊരു സിറ്റുവേഷൻ, നിങ്ങളുടെ അടുത്തോട്ട് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഇപ്പം നിങ്ങളുടെ അടുത്തോട്ട് വരാൻ ഈഗോ സെൻസ് സമ്മതിക്കുന്നില്ല. കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഡൗൺ ഫെയിലിയർ സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ഒരു നല്ല സമയത്ത് മാത്രമാണ് ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായത്. നിങ്ങളുടെ ഒരു ഡൗൺ ഫെയിലിയർ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു വിഷമാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കാനുള്ളത്. ഏതൊരു വ്യക്തി ആയി കഴിഞ്ഞാലും നമുക്കൊരു വിഷമം വരുന്ന സമയത്താണ് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത്. നമുക്കൊരു നല്ല സമയം വരുന്ന സമയത്ത് നമ്മളോട് എല്ലാവരും ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. നമുക്കൊരു വിഷമം വരുന്ന സമയത്ത്, നമുക്കൊരു ഡൗൺ ഫെയിലിയർ വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആൾക്കാരാണ് യഥാർത്ഥ ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫാമിലി റിലേറ്റീവ്സ് ആയാലും അതൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കൊണ്ട് അമ്മ, അച്ഛൻ അങ്ങനത്തെ ആൾക്കാർ മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ. ഫാമിലി അല്ലെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സോ അങ്ങനത്തെ ഉള്ള ആൾക്കാരൊന്നും കാണത്തൊന്നുമില്ല. ആകെ വിശ്വസിക്കാൻ പറ്റുന്നത് അച്ഛൻ, അമ്മ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു സമയം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ഫെയിലിയർ നിൽക്കുന്ന, നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് നോ കോണ്ടാക്ട് ആണ്. കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് അവർ നിങ്ങളുടെ അടുത്തോട്ട് വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പൂജകൾ ചെയ്യുന്നുണ്ട്, പല രീതിക്കുള്ള മെത്തേഡ് ഓഫ് ആക്ഷൻ, മാജിക്കൽ സംഭവങ്ങൾ അങ്ങനത്തെ ഉള്ള കുറെ അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ട്. കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് ആ വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ടോട്ടൽ ട്രാൻസ്ഫർമേഷൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിട്ട് കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്ന ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്, ഫുഡ് സംബന്ധമായിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു ടൈം, അല്ലെങ്കിൽ പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കായാലും നിങ്ങൾക്കായാലും ആരെ ട്രസ്റ്റ് ചെയ്യണം, ആരെ വിശ്വസിക്കണം എന്നറിഞ്ഞൂടാ. ഗോ വിത്ത് ദ ഫ്ലോയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് ആ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാവാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചില സമയത്ത് നല്ല രീതിക്ക് പെരുമാറുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സംസാരിക്കേണ്ടത് ആ വ്യക്തിയെടുത്ത്, നിങ്ങൾക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നല്ലതാണോ ചീത്തയാണോ ചെകുത്താനാണോ അതോ മാലാഖയാണോ എന്ന് അറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി. നിങ്ങൾ തമ്മിലുള്ള നല്ല ഇൻറ്റ്യൂഷൻ ഉണ്ട്, നിങ്ങൾ തമ്മിൽ നല്ല രീതിക്കുള്ള ടെലിപ്പതി ഇവിടെ വർക്ക് ആവുന്നുണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഓറ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ സൈക്കിക് എബിലിറ്റി ഭയങ്കര കൂടുതലായത് കൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒന്നും മനസ്സിലാവത്തോ ഒന്നും പറഞ്ഞു കൊടുത്താൽ സിറ്റുവേഷൻ തലമണ്ട കയറാനോ പറ്റുന്നൊരു ടൈമില്ല. എല്ലാം നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാത്തിരുന്ന് നിങ്ങൾ ഈ വ്യക്തിയെ തന്നെ ഇപ്പോഴും കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കുറെ അധികം ആൾക്കാരെ എന്നെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയാ, കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ ഭയങ്കരമായിട്ടും, യു ആർ എ ഏഞ്ചൽ, യു ആർ എ മാലാഖ, നിങ്ങളൊരു മാലാഖയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. മാലാഖയായിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്, ഇത് ഞാൻ നിങ്ങളെ കുറിച്ച് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ ട്രാൻസ്ഫർമേഷൻ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ആവുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് പെട്ടെന്ന് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മാജിക്കൽ ആയിട്ടുള്ള ഒരു പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം. കാരണം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ ഒരു സമയം പറയാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ബാലൻസ്ഡ് ആവാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് പണമില്ലായിരിക്കാം, നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് സിറ്റുവേഷനിലായിരിക്കാൻ പോകുന്നത്. അതായത് വലിയ വലിയ പ്രശ്നങ്ങളും ഇല്ല, പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങളില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഷ്യൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുക എല്ലാ കാര്യങ്ങളും. നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത്, നമുക്കൊരു സക്സസ് ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും അവിടെ ഒരു ഡൗൺ ഫെയിലിയർ നമുക്കുണ്ടാവും. ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാക്സിമം പഠിക്കാൻ വേണ്ടി നോക്കുക. അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം പേഷ്യൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അത് എന്ത് കാര്യമല്ല, നിങ്ങൾ മേ ബി ജോലിക്ക് പോകാൻ നിൽക്കുകയാണെങ്കിൽ, എക്സാം എഴുതാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്ത് കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാക്സിമം ഫോക്കസ് ചെയ്യാൻ വേണ്ടി നോക്കുക. കൂടാതെ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഒക്കെ നിങ്ങൾ ഭയങ്കരമായിട്ടും കൂടാൻ വേണ്ടി നോക്കുക. ഒരു റീജോയിനിങ് സെലിബ്രേഷൻ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് റീജോയിനിങ് സെലിബ്രേഷൻ ആയിട്ട് വരാൻ വലിയ താമസമൊന്നും വരത്തില്ല. ഈ വ്യക്തി എന്തായാലും നിങ്ങളുടെ ലൈഫിലോട്ട് റീജോയിൻ ആവും എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് സ്പെൽ ചൂസ് ചെയ്ത ആൾക്കാർ, 1111 ചൂസ് ചെയ്ത ഏഞ്ചൽ നമ്പർ ചൂസ് ചെയ്ത ആൾക്കാരുടെ ലൈഫിലോട്ട് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ വരും, അതിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ അവർ വരും എന്നുള്ളത് എൻ്റെ ഇൻറ്റ്യൂഷൻ പറയുന്നതിനേക്കാളും കാർഡ് ഇവിടെ പറയുന്നുണ്ട്. ഡിവൈൻ കണക്ഷൻ കിട്ടുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് വരും. അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ മൂഡ് സ്വിങ്സ് അവസ്ഥയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്ത സിറ്റുവേഷൻ, മേ ബി വിഷമാവസ്ഥയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഒരു ഏഞ്ചലിനെ പോലെ പാറിപ്പറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, അടുത്ത സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോകാമേ. ഓക്കെ, അടുത്ത രണ്ടാമതായിട്ട് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. രണ്ടാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ്. സെക്കൻഡ് പൈൽ. ഓക്കെ, സെക്കൻഡ് പൈൽ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്, വിധിപ്രകാരം പോകേണ്ട കുറെ സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് എന്താണ്. നമുക്ക് കുറച്ചധികം കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ വ്യക്തി ഓക്കെ, അപ്പം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഓൾറെഡി ഒരു അവേക്കനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടി അറിയാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ ഭയങ്കരമായിട്ടും കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അവേക്കനിങ് ആണ്, ഭയങ്കരമായിട്ട് സ്പിരിച്വൽ അവേക്കനിങ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഡിവൈൻ കണക്ഷൻ ഉള്ള വ്യക്തിയാണ്, ദൈവവിശ്വാസം കൂടുതലായിട്ടുള്ള വ്യക്തിയായിട്ടാണ് കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടുള്ള ടിൻ ഫ്ലെയിം ജേണിയിൽ കടന്നു പോകുന്ന സോൾമേറ്റ് കണക്ഷൻ ആയിട്ടുള്ള കുറെ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. നോ കോൺടാക്ട് സിറ്റുവേഷനിലായിട്ടുള്ള കുറെ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ടെലിപ്പതി കണക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അവേക്കനിങ് ആണ്. അപ്പം വിധിപ്രകാരം പോകേണ്ട ആൾക്കാരായിരിക്കാം. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ ഒരു സമയം പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ, ആ വ്യക്തിയുടെ കരിയർ സംബന്ധമായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ട്, ജോലി സംബന്ധമായിട്ട് ആ വ്യക്തിക്ക് എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും പാഷനേറ്റ് ആയിട്ടുള്ള, ഭയങ്കരമായിട്ടും ഗ്രൗണ്ടഡ് ആവണം, സമൂഹത്തിൽ എല്ലാവരെയും പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കണം, കുറെ പൈസ സമ്പാദിച്ചതിന് ശേഷം നല്ല രീതിക്ക് വീട് വെച്ച്, നല്ല രീതിക്ക് കാർ സമ്പാദിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിട്ട്, നല്ല ഫിനാൻഷ്യൽ ആയിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട്, ആ വ്യക്തിയുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവത്തിന് വേണ്ടിയിട്ട്, ആ വ്യക്തിയുടെ ഫാമിലി സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, ആ വ്യക്തിയുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ സഹായിക്കുക, കുടുംബത്തിനെ രക്ഷിക്കുക, അങ്ങനത്തെയുള്ള കുറേ അധികം കാര്യങ്ങളായിട്ട് ഇവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നീ കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടും കാര്യബോധ ശേഷിയുള്ള അവേക്കനിങ്, മേ ബി ഇതൊരു ബിസിനസ് മാൻ ആയിരിക്കാം, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടും ജോലി, അല്ലെങ്കിൽ ജോലി അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. മേ ബി ഇതൊരു സെക്കൻഡ് മാരേജ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു അഡീഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ ഇതിൽ നിന്നും നിങ്ങൾക്കോ ആ വ്യക്തിക്കോ ഒരു സന്തോഷം കിട്ടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷനിൽ കയറിയിട്ട് കുറേ അധികം ആൾക്കാർ കളിക്കുന്നുണ്ട്, നിങ്ങളുടെ റിലേഷനിൽ കയറിയിട്ട് കുറേ അധികം സംഭവങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ടിൻ ഫ്ലെയിം ജേണി ആയിരിക്കാം, മേ ബി സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം, കാർമിക് റിലേഷൻ ആയിരിക്കാം, വിധിപ്രകാരം വന്നു പോവേണ്ട റിലേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറേ അധികം തേർഡ് പാർട്ടീസ് ഉണ്ട്, കുറേ അധികം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഫാമിലി റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം, ജോലി സ്ഥലത്തെ കുറേ അധികം ആൾക്കാർ. അപ്പം അങ്ങനെ കുറേ അധികം ആൾക്കാർ കലർന്ന, കുറേ അധികം സംഭവങ്ങൾ ചേർന്ന് വന്നൊരു യൂണിവേഴ്സിൽ കുറേ ആൾക്കാരെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തൊരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പം കുറേ നാളത്തെ കണക്കും പറയാനുണ്ട് ഈ റിലേഷൻഷിപ്പിന്.
ഓക്കെ. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് മെറ്റീരിയൽ ലൈഫിൽ ഭയങ്കരമായിട്ട് പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ മെറ്റീരിയൽ ലൈഫിൽ പണം ഉണ്ടാക്കണം എന്ന് മാത്രം പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അന്നത്തേക്കുള്ള നിത്യോപയോഗത്തിന് വേണ്ടിയിട്ടുള്ള പൈസ സൂക്ഷിച്ച് വെക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ട്രാപ്പഡ് ആയിട്ടുള്ള അവസ്ഥ, ഒരു ഫിയർ ആയിട്ടുള്ള അവസ്ഥ, എന്തോ സംഭവത്തിലോട്ട് പെട്ടുപോയി, എന്തോ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് വന്ന് മാറ്റിമറിച്ചൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ഇഷ്യൂസ് ആയിരിക്കാം ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്നും ടോട്ടലി ചേഞ്ച് ആകിയത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷൻ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാരേജ് ആയിരിക്കാം, സെക്കൻഡ് മാരേജ് ആയിരിക്കാം. അപ്പോൾ എന്തോ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തിയുടെ ലൈഫിൽ വന്ന് ടോട്ടലി ചേഞ്ച് ആക്കി എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ വ്യക്തി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റ് തരുന്നുണ്ട്, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് നിങ്ങളെ ഭയങ്കരമായിട്ട് ക്രൂശിക്കുന്നുണ്ട്, നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ആ വ്യക്തിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെ ഉപദ്രവിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ പൈസ മേടിക്കുക, നിങ്ങളുടെ സമ്പാദ്യം അല്ലെങ്കിൽ നിങ്ങൾ കുറെ അധികം കാര്യങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ പറയാ, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം എന്തെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട് കുടുംബജീവിതം നന്നായിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ അനുഭവിക്കുന്ന നിങ്ങളെക്കാളും ആഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങളെ കുട്ടികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാളും ആഗ്രഹമുള്ള വ്യക്തികളായിരിക്കാം. പക്ഷെ ആ വ്യക്തി നിങ്ങളെ കാരണം ലൈഫ് പോകുന്നത് അവർ കൂടെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്, അതായത് നിങ്ങളെ നശിപ്പിച്ചുകൊണ്ട്, നിങ്ങളെ മെന്റലി നശിപ്പിച്ചുകൊണ്ട് സന്തോഷം നേടുന്ന കുറെ അധികം ആൾക്കാരുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫാമിലി ഇഷ്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് ആയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് കുറെ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയോ കൂടോത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് മാജിക് എഫക്റ്റ് അങ്ങനത്തുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ചില ആൾക്കാരിൽ ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം അത്രത്തോളം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, മേ ബി അങ്ങനെ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ആയിരിക്കാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കടന്നു പോകുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് എന്താണ് വിശ്വസിക്കേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് ആ വ്യക്തിയോട് പോണം എന്നുള്ളൊരു ടെംപ്റ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകണം ആഗ്രഹമുണ്ട്, നിങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്, നിങ്ങളൊരു ജഡ്ജ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ആരോഗ്യപരമായിട്ടുള്ള കുറേയധികം മാറ്റങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് ഈ സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി നിങ്ങൾ ഈ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം, മേ ബി നിങ്ങൾ ഹീൽ ചെയ്യാൻ പോകുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതായിരിക്കും, ടാരോട്ട് റീഡിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഹീലിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദീക്ഷ പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു സപ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഡിവൈൻ പവർ ഉള്ളത് കൊണ്ട് തന്നെ അത് വെച്ച് നിങ്ങൾ എന്തെങ്കിലും കണക്ഷൻ ചെയ്ത് നിങ്ങൾ അതിലോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളായിട്ട് കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ്. അതായത് ഓരോ ആൾക്കാർക്കും ഓരോ ഏജിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. 50-ാമത്തെ വയസ്സിലല്ല, 50-ാമത്തെ അല്ല 10-ാമത്തെ വയസ്സിലുള്ള കാര്യങ്ങളായിരിക്കും 50-ാമത്തെ വയസ്സിൽ ആ വ്യക്തികൾ ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ അടുത്തൊരു ഡിസിഷൻ, അടുത്തൊരു ചൂസ് ന്യൂ പാത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ട്രാവൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ അടുത്തോട്ട് ആ വ്യക്തിക്ക് വരണം എന്ന ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺടാക്ട് ആ വ്യക്തിക്ക് സ്ട്രോങ് ആകണം എന്ന ആഗ്രഹമുള്ള ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. പക്ഷേ ആ വ്യക്തി അത്രയും കംഫർട്ട് സോൺ വിട്ടിട്ട് നിങ്ങളടുത്തോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളടുത്തോട്ട് വന്നു കഴിയുമ്പോൾ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവും എന്ന് ആ വ്യക്തിക്ക് അറിയാം, നിങ്ങൾക്കും അറിയാമെങ്കിൽ പോലും ആ വ്യക്തിയെ എന്തൊക്കെയോ കാര്യങ്ങൾ പിടിച്ചു നിർത്തുന്നുണ്ട്, ആ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ വിഷമിപ്പിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ പാസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒട്ടും നിങ്ങളുടെ അടുത്തോട്ട് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുക. കാരണം നടുക്കൊരു വേലി കെട്ടിയിട്ട് ചാടി ഇറങ്ങി വരാൻ പറ്റാതെ ആ വ്യക്തിയെ തടങ്കലിലാക്കി നിട്ടിയിരിക്കുന്നു എന്നുള്ള സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങളോ ആ വ്യക്തിയോ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇതിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ താഴ്ത്തപ്പെടും എന്നുള്ളതായിട്ടാണ് എനിക്കിവിടെ കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ടോട്ടലി നിങ്ങൾ രണ്ടുപേരും അവേക്കനിങ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഡിവൈൻ ടൈമിൽ നിങ്ങൾ രണ്ടുപേരും കൂട്ടുകൂടേണ്ട, അല്ലെങ്കിൽ ഡിവൈൻ ടൈമിൽ നിങ്ങൾ രണ്ടുപേരും ബ്ലെസ്ഡ് ആയിട്ട് കണ്ടുമുട്ടേണ്ട ആൾക്കാരായത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ വിധിപ്രകാരം പോകേണ്ട കുറെ അധികം സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടിയാൽ മാത്രമേ ട്രാൻസ്ഫർമേഷൻ നടക്കത്തുള്ളൂ, ചേഞ്ചസ് നടക്കത്തുള്ളൂ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് നടക്കത്തുള്ളൂ, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും അധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ചാൻസ് കൂടുതൽ. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സാറായിരിക്കാം, നിങ്ങളൊരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹീലർ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ നല്ലൊരു സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു സമയം, അതായത് ചെറുപ്രായത്തിൽ നിങ്ങൾക്ക് നല്ലൊരു സമയം ഉണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ വിധിപ്രകാരം പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു 40, 45, 50 വയസ്സ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലൊരു സമയം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. കുറേയധികം വെളിച്ചം, നിങ്ങൾ കുറേയധികം ബ്ലെസ്സിങ്സ് ആൾക്കാർക്ക്
ഉപയോഗപ്പെടുന്ന കാര്യങ്ങളിലോട്ടൊക്കെ നിങ്ങൾ ഇറങ്ങുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേയധികം കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, കുറേയധികം സിറ്റുവേഷൻസിലോട്ട് നിങ്ങൾ ഇറങ്ങും. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ നിങ്ങൾ ഈ സമയം നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള സമയമായിട്ടാണ് കാണുന്നത്. ഈ ഒരു സമയം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ടേക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടി നോക്കുക. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ അതിന് ആക്ഷൻ എടുക്കാൻ വേണ്ടി നോക്കുക. ഈ ഒരു സമയം നിങ്ങൾക്ക് അതിന് പറ്റിയൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്താ പറയാ, നിങ്ങൾ ആ വ്യക്തി എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ആ വ്യക്തിയെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഉള്ള സമാധാനം തന്നെ പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് എനിക്കിവിടെ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ആ വ്യക്തി നിങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ള, ആ വ്യക്തിയുടെ മനസ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ കയ്യിലില്ലാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് എനിക്ക് നിങ്ങളെ ഇവിടെ കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു താഴ്ന്നു പോകുന്ന, ഒരു ഡൗൺ ഫെയിലിയർ ആവുന്ന, ഒരു എനർജി ലോസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം ഭയങ്കരമായിട്ടും അവെയർ ആവാനുള്ള ഒരു ചാൻസ് ആയിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലും ഭയങ്കരമായിട്ടുള്ള ന്യൂ ബിഗിനിങ്സ് വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഒരു ക്യാരക്ടർ, സമയങ്ങൾ, സിറ്റുവേഷൻ ഇതൊക്കെ തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ കൂടുതലും ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കരിയർ നിങ്ങൾ ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. എന്താ പറയാ, നിങ്ങൾക്ക് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ കൂടുതലും ഫോക്കസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അവർക്ക് എന്താണോ സന്തോഷം അത് ആക്കാൻ നോക്കുക. കൂടുതലും നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രാപ്പഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഒരു ഫിയർ, പേടി, കാര്യങ്ങൾ, നെഗറ്റിവിറ്റീസ്, കറക്റ്റ് ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻ കിട്ടുന്നില്ല, അങ്ങനത്തെയൊക്കെയുള്ള സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ മേ ബി കടന്നു പോകുന്നത്. അതേപോലെ തന്നെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയും ഈ സമയത്ത് നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു വിസ്റ്റം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫുൾഫിൽമെന്റ് വിഷസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ട്, ഗ്രൗണ്ടഡ് ആയിട്ട് ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഒരു ന്യൂ ബിഗിനിങ്സ് ആണ്. നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ച് പുതിയൊരു ജേണി സ്റ്റാർട്ട് ആവുകയാണ്. അതായത് പുഴയിൽ നിന്നും ട്രാൻസ്ഫർമേഷനായി ഒരു ചിത്രശലഭത്തിലേക്ക്. അപ്പം നിങ്ങൾക്ക് ഒരു കുറേ അധികം മെന്റൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കുറേ അധികം ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതൊക്കെ വിട്ടതിന് ശേഷം നിങ്ങളുടെ കരിയറിൽ മാക്സിമം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ള ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ജഡ്ജ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.